നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. നമ്മളുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതി പ്രകാരം 6000 രൂപ വാങ്ങുന്നവരുണ്ടാകും. വർഷമാണ് 6000 രൂപ ലഭിക്കുക. ഇത് 3 ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത്. 2000 രൂപ വീതമുള്ള 3 ഇൻസ്റ്റാൾമെൻറ്റുകൾ. 4 മാസം കൂടുമ്പോഴാണ് ഈ തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതും. ഈ ധനസഹായം ലഭിക്കുന്ന കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നുചേർന്നിട്ടുള്ളത്. നമ്മൾ കോമൺ സർവീസ് സെൻറ്ററിലേക്കോ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ നേരിട്ട് ആധാറുമായി എത്തിച്ചേർന്ന് വേണം ഇതിൻ്റെ ഇലക്ട്രോണിക് KYC മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ. 2026 ഇപ്പോൾ ഒരു വാർഷിക പുതുക്കൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹതയുള്ള കർഷകർ തന്നെ ആനുകൂല്യം വാങ്ങുന്നുണ്ടോ, അത് കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ തുടർന്ന് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ഒരു യോഗ്യത എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഇലക്ട്രോണിക് KYCയെ കേന്ദ്ര സർക്കാർ കാണുന്നത്. നമ്മളുടെ സംസ്ഥാനത്താണ് ഇപ്പോൾ പുതുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് പുതുക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പുതുക്കൽ അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ ഇലക്ട്രോണിക് KYC ചെയ്യുന്നതിന് വേണ്ടി നേരിട്ട് എത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോൺ വഴിയും ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൂടുന്നുണ്ട്. ചിലപ്പോൾ എല്ലാം ചെയ്ത അവസാനമാകുമ്പോഴേക്കും എററാവുന്ന ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ചില സമയത്ത് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ മൊബൈൽ ആപ്ലിക്കേഷനായിട്ടുള്ള PM കിസാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്, PM കിസാൻ GOI. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആധാർ ഫേസ് RD എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ 2 ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അതിനുശേഷം നമ്മളുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫേസ് ഒതൻറ്റിക്കേഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് വരും. അങ്ങനെ ആധാർ ഫേസ് RD ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആയി പോവുകയും ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷനിലൂടെ കിസാൻ സമ്മാൻ നിധിയുടെ ഇലക്ട്രോണിക് KYC വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കർഷകരെല്ലാം തന്നെ കോമൺ സർവീസ് സെൻറ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്ന ഈ ഇലക്ട്രോണിക് KYC ഒന്നുകൂടി പുതുക്കേണ്ടതാണ്. ഇപ്പോൾ നടത്തുന്ന പുതുക്കൽ ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ 24ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ, അതായത് വരുന്ന 2000 രൂപ മുതൽ നമുക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി. എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായിട്ട് ഇപ്പോൾ കർഷക രജിസ്ട്രിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടൊക്കെയിരിക്കുകയാണ്. പല കർഷകർക്കും കർഷക ID ലഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷക ID അവർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസിലൂടെ പരിശോധിക്കുക. അതിനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കർഷകർ സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വളം സബ്സിഡി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരു കർഷക ID നിർബന്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ, മറ്റ് കാർഷിക ലോണുകൾക്ക് വേണ്ടി, മറ്റ് സബ്സിഡി പദ്ധതികൾക്ക് വേണ്ടി, കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടിയെല്ലാം കർഷക ID വേണമെന്നുള്ള ഒരു പ്രധാന നിബന്ധന ഇറക്കും. അപ്പോൾ കർഷക ID എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ തന്നെ സമീപിച്ചാൽ മതിയാകും. പക്ഷേ കർഷക ID എടുക്കുമ്പോൾ നമ്മൾ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരമടച്ച രസീത്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണ്, ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് കൊണ്ടുചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കർഷക IDക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആദ്യഘട്ടത്തിൽ നമുക്ക് കൊടുക്കാം. പിന്നീട് ഇത് അപ്രൂവ് ആകാൻ കുറച്ച് കാലതാമസമൊക്കെ എടുക്കും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മൾ കാണുവാൻ സാധിക്കും. അപ്രൂവ് ആയി എന്ന് പറഞ്ഞ് ചിലപ്പോൾ മെസ്സേജുകൾ വരാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ കൊടുത്താൽ മാത്രം മതി. OTP മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു കർഷക ID ആയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കാണാം. അല്ലെങ്കിൽ പ്രോസസ്ഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി മറ്റ് അതായത് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. റിജക്ഷനൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിൽ ഉൾപ്പെടെ മുടങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാകും, ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ അപാകതകൾ വന്നുകൂടാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ കർഷകനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇലക്ട്രോണിക് KYC പുതുക്കലും അതോടൊപ്പം തന്നെ കർഷക ID രജിസ്ട്രേഷനും. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കർഷകരും ശ്രദ്ധിക്കുക. നമുക്ക് ഭാവിയിൽ ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇതെല്ലാം തന്നെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.